നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ വിഖ്യാത പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ലിവർപൂൾ കരിയറിന് വിരാമമിടുകയാണ്. അദ്ദേഹം തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ സീസൺ പൂർത്തിയായാൽ ഇനി ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതേ തുടർന്ന് പല താരങ്ങളും ലിവർപൂൾ വിടാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ, ഒന്ന് സൂപ്പർ താരമായ മുഹമ്മദ് സല, അതുപോലെ തന്നെ ഡിഫൻഡറായ വിർജിൽ വാൻ ഡൈക്ക് എന്നിവരാണ്. കാരണം അടുത്ത വർഷം അവരുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കും. ഈ ഒരു കരാർ പുതുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. അക്കൂട്ടത്തിലേക്ക് മറ്റൊരു പേര് കൂടി ഇപ്പോൾ ചേർക്കപ്പെടുകയാണ്, അലക്സാണ്ടർ അർണോൾഡ്. ലിവർപൂളിന്റെ റൈറ്റ് ബാക്ക് താരമാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റും വരുന്ന വർഷമാണ് അവസാനിക്കുക. അതായത് 2025 അവസാനിക്കുക. ഈ കരാർ പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റുമായി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നില്ല, ചർച്ചകൾ നടക്കുന്നില്ല എന്നൊക്കെ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഫാബ്രിസിയോ റൊമാനോ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് ഈ ഒരു താരത്തിൽ ഇപ്പോൾ താല്പര്യമുണ്ട്, അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്, അവർ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും അലക്സാണ്ടർ അർണോൾഡിന്റെ തീരുമാനം ഇതിൽ വളരെ സുപ്രധാനമാണ്. താരത്തെ കൈവിടാൻ ഇപ്പോൾ ലിവർപൂളിന് താല്പര്യമില്ല. പക്ഷെ അർണോൾഡ് പോകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ലിവർപൂളിന് കൈവിടേണ്ടി വരും എന്നുള്ളതാണ്. മികച്ച പ്രകടനം നടത്തുന്ന ഒരു താരം കൂടിയാണ് അർണോൾഡ്. പ്രത്യേകിച്ച് അദ്ദേഹം അറ്റാക്കിങ്ങിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 302 മത്സരങ്ങളാണ് ലിവർപൂളിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 18 ഗോളുകൾ അദ്ദേഹം ആകെ നേടിയിട്ടുണ്ട്. 2016-17 സീസണിലായിരുന്നു 25 വയസ്സുള്ള ഈ ഒരു താരം അരങ്ങേറ്റം കുറിച്ചിരുന്നത്. ഏതായാലും താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.